സ്നേഹിച്ച് സ്നേഹിച്ച് ഈശോയിൽ ഒന്നായി തീരുക. അതാണ് വാഴ്ത്തപ്പെട്ട ഇമൽഡ നമ്മളോട് പറയുന്നത്. ഇതാണ് വിശുദ്ധ ഡിസ്മസ്. പേരുകൊണ്ട് സുപരിചിതനല്ലെങ്കിലും നമ്മളെല്ലാവരും അറിയുന്നത് നല്ല കള്ളൻ എന്ന വിശേഷണത്തിലാണെന്ന് മാത്രം. അതെ അതെ, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിലായിരിക്കും എന്ന ഈശോയുടെ വാക്കുകൾ പ്രകാരം ആദ്യത്തെ പ്രഖ്യാപിത വിശുദ്ധൻ, അതും ഈശോ തന്നെ നേരിട്ട് വിശുദ്ധനായി പ്രഖ്യാപിച്ചു എന്ന പ്രത്യേകത കൂടി വിശുദ്ധ ഡിസ്മാസിനുണ്ട്. വിശുദ്ധ ഡിസ്മാസ് തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലുണ്ടായ ആ ഒരു മാനസാന്തര അനുഭവം അതെങ്ങനെയായിരുന്നു എന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാവോ? എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ പാപത്തിന്റെ ആധിക്യത്താൽ ഹൃദയം കഠിനമാക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് അർഹിക്കുന്ന ശിക്ഷയായിരുന്നു എനിക്ക് വിധിക്കപ്പെട്ടത്. മരണത്തോടെ എല്ലാം അവസാനിക്കും എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. കുരിശിൽ കിടന്ന ആ സമയങ്ങളിൽ ഹൃദയ കാഠിന്യത്തിൻ്റെയും ക്രൂരതയുടെയും സ്ഥായി ഭാവങ്ങൾ മെല്ലെ മാറിമറഞ്ഞു. ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഒരു കണ്ണാടിയിലെന്ന പോലെ എൻ്റെ മുന്നിൽ തെളിഞ്ഞു. അവയുടെ അർത്ഥശൂന്യത വല്ലാതെ മനസ്സിനെ അലട്ടി. എവിടെ നിന്നെങ്കിലും അല്പം ആശ്വാസത്തിനായി എൻ്റെ കണ്ണുകൾ ചുറ്റിലേക്കും തിരിഞ്ഞു. എന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിൽ എൻ്റെ മിഴികൾ പതിച്ചു. അവൻ്റെ മുഖത്ത് കുറ്റബോധമില്ല, അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ വിദ്വേഷമില്ല. തന്നെ ക്രൂശിച്ചവരോട് കുരിശിൽ കിടന്ന് അവൻ ക്ഷമിച്ചു. തന്നെ ഓർത്ത് കരഞ്ഞ അമ്മയെയും ശിഷ്യനെയും ആശ്വസിപ്പിച്ചു. അവനിൽ നിന്ന് ഒരു പ്രത്യേക ശക്തി എന്നിലേക്ക് പ്രവഹിച്ചു. അവൻ്റെ കണ്ണുകളും എൻ്റെ കണ്ണുകളും പരസ്പരം കണ്ടുമുട്ടി. ചുറ്റുമുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുറ്റവാളി എന്ന എന്നെ വിരിക്കുന്നതല്ലായിരുന്നു ആ നോട്ടം. കരുണയുടെ, സ്നേഹത്തിൻ്റെ, ചേർത്തുപിടിക്കലിൻ്റെ, ധൈര്യപ്പെടുത്തലിൻ്റെ ആ നോട്ടം. എൻ്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. അവൻ്റെ മുന്നിൽ എൻ്റെ കുറവുകളെല്ലാം അടിയറവ് വെച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ പറഞ്ഞു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു എന്നോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. എനിക്ക് പറയാനുള്ളത് ഇതാണ്: യേശുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയുടെ അനുഭവം ഹൃദയത്തിൽ നിന്നുയരുന്ന മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കും.